ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാവിലെ എൻ്റെ ബത്തേരിക്ക് ഇറങ്ങി. ഫോൺ ശരിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇറങ്ങിയ കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ടൗണൊക്കെ വൃത്തിയായിരിക്കും. എല്ലാ സ്ഥലങ്ങളും നോക്കിയാലും വൃത്തിയായിരിക്കും. അതുപോലെ കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും ചെടിയൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് രാവിലെ തന്നെ അവർ തൂത്ത് വൃത്തിയാക്കും കേട്ടോ. അത് ബാക്കിയുള്ള ജില്ലകളെക്കാളും എൻ്റെ പെർഫെക്റ്റ് ഓക്കെയാണ് അവർ. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു അച്ഛനെ കണ്ടു കേട്ടോ അവിടെ ഒരു സൈഡിൽ. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ എനിക്ക് പോകേണ്ട സ്ഥലത്തോട്ടുള്ള വഴിയൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ബത്തേരി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചെൻ്റെ വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു പാലപ്പം മതി എന്ന് പറഞ്ഞു. ഞാൻ പാലപ്പവും മുട്ട റോസ്റ്റും കറിയും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ്റെ ആ മുഖത്തിൻ്റെ ഒരു സന്തോഷം കാണാം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മ സന്തോഷം. എന്നിട്ട് എന്നോട് ഷേക്ക് ഹാൻഡ് കണ്ടിട്ട് പറഞ്ഞു മോൾ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ കൊല്ലത്താണ് വീട്, ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായിരുന്നു. പിന്നെ കാലിൽ എന്തോ വണ്ടി ഉണ്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അത് കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും ഒരു ചെറുതായിട്ട് ഞാൻ നോക്കി കേട്ടോ. കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണേ. ബത്തേരി തന്നെ ഉണ്ട് അച്ഛന്. എല്ലാവരെയും സഹായിക്കുക കേട്ടോ. പിന്നെ എല്ലാം പറഞ്ഞു തന്നു, സുഖവിവരങ്ങളൊക്കെ തിരക്കി, എവിടെ ജോലി ചെയ്യുന്നത്, എന്തെടുക്കാന്നൊക്കെ തിരക്കി കേട്ടോ. എല്ലാവർക്കും നന്മ തന്നെ വരുത്തിട്ട് ഉള്ളവൻ എല്ലാത്തവനെ നമ്മൾ എന്തിനൊക്കെ കൊടുക്കണം. നമുക്ക് വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ.